ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ജിമെയിൽ ഐ ഡി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നത്, അല്ലെങ്കിൽ എന്താണ് ജിമെയിൽ ഐ ഡി, എന്താണ് മെയിൽ ഐ ഡി, ഇമെയിൽ ഐ ഡി എന്നുള്ള കാര്യത്തെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മെയിൽ ഐ ഡി എന്ന് പറഞ്ഞാലും ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാലും ജിമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അവരുടെ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലരും ചെയ്യുന്നത്, അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അവരുടെ ചാനലിൽ അവരുടെ ഫോണിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും. പക്ഷെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ട് ഒരു ഇമെയിൽ ഐ ഡിയോ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട്, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഇതിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഭാവിയിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾ എപ്പോഴും പുതിയ ഒരു ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്കി പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഐ ഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവാം. ബുദ്ധിമുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡി ആണ് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ സമയത്ത് ചിലപ്പോൾ മറ്റൊരാൾക്ക് അത് ഷെയർ ചെയ്ത് ആ ഒരു മെയിൽ ഐ ഡി ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതായിരിക്കും ബാങ്കിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് തുടങ്ങണമെന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് പുതുതായിട്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഇനി എങ്ങനെയാണ് പുതുതായിട്ട് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണാനായിട്ട് കഴിയും. ഇപ്പൊ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ആണ്. ഞാനിപ്പോ ഇവിടെ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ കുറച്ച് സൈറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഗൂഗിൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ചെറിയൊരു ലോഡിംഗ് എടുക്കും. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റ് രണ്ട് ഓപ്ഷൻസ് വരും. നമ്മൾ പേഴ്സണൽ യൂസിനാണോ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ല നമ്മുടെ ബിസിനസ് ആവശ്യത്തിനാണോ എന്ന്. അപ്പോൾ ഞാനിവിടെ പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് പേരും ലാസ്റ്റ് പേരും കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് ശ്രീനിത്യ RS എന്നാണ്. അപ്പോൾ ശ്രീനിത്യ എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് പേരും RS എന്നുള്ളത് എൻ്റെ ലാസ്റ്റ് പേരുമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പേജിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എന്നിവ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അവർ തന്നെ ഒരു 3-4 മെയിൽ ഐ ഡി സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് കൊടുക്കാം. മറ്റൊരു പേജിൽ പാസ്വേഡ് കൊടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ പാസ്വേഡ് കൊടുക്കാനായിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഗൂഗിളിന്റെ മറ്റൊരു പേജിൽ ഗൂഗിളിന്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ എഗ്രി കൊടുക്കുക.
ബാക്കി നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് അവർ ചോദിക്കുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നു, എന്താണ് ഗൂഗിൾ അക്കൗണ്ട്, എന്താണ് ജിമെയിൽ ഐ ഡി, എന്താണ് ഇമെയിൽ ഐ ഡി എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പേര് വിചാരിക്കുന്നത് ഇത് മൂന്ന് മൂന്ന് ആണെന്നാണ്. പക്ഷെ അല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഗൂഗിൾ അക്കൗണ്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ, അതായത് മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എങ്കിലും ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പീൽ വീഡിയോ റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അറിയില്ല, അതുപോലെ നിങ്ങൾക്ക് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും എറർ വന്നു, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ എന്ത് തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.